റേഡിയോ ലൈവ് ന്യൂസ് അപ്ഡേറ്റ് brought to you by ജോസ്കോ ജുവലേഴ്സ് ഷോറൂമുകളിൽ സ്വർണ്ണ വജ്രാഭരണങ്ങൾക്ക് ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും വിരുന്നൊരുക്കി ജൂൺ 21 മുതൽ ഗ്രാൻഡ് NRI ഗോൾഡൻ ഫെസ്റ്റ്. നമസ്കാരം, ലൈവ് ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ഞാൻ നിപിൻ. ബർമിംഗ്ഹാമിൽ നടത്താനിരുന്ന ദീപാവലി ആഘോഷങ്ങൾ സുരക്ഷാ ആശങ്കകളെ തുടർന്ന് മാറ്റിവെച്ചു. ബർമിംഗ്ഹാമിലെ 10ാമത് വാർഷിക ദീപാവലിയാണ് ഇത്തവണയും മാറ്റിവെക്കേണ്ടി വന്നത്. നഗരത്തിലെ ഇന്ത്യൻ സമൂഹത്തെയും സാംസ്കാരിക പ്രേമികളെയും നിരാശരാക്കി. ഹാൻഡ്സോത്തിലെ സോഹോ റോഡിലും ഹോളിഹെഡ് റോഡിലുമായിരുന്നു ഈ വർഷം ദീപാവലി മേള സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നത്. സംഗീത പരിപാടികൾ, പരമ്പരാഗത നൃത്തങ്ങൾ, ഭക്ഷണ സ്റ്റാളുകൾ, കരിമരുന്ന് പ്രദർശനം തുടങ്ങി നിരവധി ആകർഷങ്ങളാണ് ഒരുക്കിയിരുന്നത്. സാധാരണയായി ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത ഈ ആഘോഷം ബർമിംഗ്ഹാമിലെ വിവിധ സമൂഹങ്ങൾ ഒന്നിച്ച് ആഘോഷിക്കുന്ന ഐക്യത്തിന്റെ പ്രതീകമായിരുന്നു. എന്നാൽ ജനങ്ങളുടെ സുരക്ഷയും ചില അപകട സാധ്യതകളും മുൻനിർത്തി പരിപാടി മാറ്റിവെക്കേണ്ടതായി വന്നതായി സംഘാടകർ അറിയിച്ചു. അടുത്തിടെ മാഞ്ചസ്റ്ററിൽ നടന്ന ആക്രമണവും അതിന്റെ പശ്ചാത്തലത്തിൽ നടപ്പിലായ നിയന്ത്രണങ്ങളും ഈ തീരുമാനം എടുക്കുന്നതിൽ പ്രധാനപ്പെട്ട കാരണങ്ങളായിരുന്നുവെന്ന് സംഘാടകർ പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കി. 2025 ഏപ്രിൽ നടപ്പാക്കിയ നിയന്ത്രണങ്ങൾ പ്രകാരം 800-ൽ അധികം ആളുകൾ പങ്കെടുക്കുന്ന പൊതുജന പരിപാടിക്ക് കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങൾ, CCTV നിരീക്ഷണം, പരിശീലനം ലഭിച്ച സുരക്ഷാ ജീവനക്കാർ തുടങ്ങിയവ പ്രധാനമാണ്. 4 നൂറ്റാണ്ടോളം മുമ്പ് നിർത്തലാക്കിയ ഡെറി ടു ഡബ്ലിൻ വിമാന സർവീസുകൾ അയർലൻഡ് പുനരാരംഭിക്കുന്നു. സിറ്റി ഓഫ് ഡെറി വിമാനത്താവളത്തിനും ഡബ്ലിനും ഇടയിലുള്ള വിമാന സർവീസ് 2011-ലാണ് നിർത്തലാക്കിയത്. അടുത്ത വർഷം പുനരാരംഭിക്കുവാനാണ് തീരുമാനം. ബജറ്റിലാണ് ഈ പുതിയ പ്രഖ്യാപനം വന്നിരിക്കുന്നത്. പബ്ലിക് എക്സ്പെൻഡിച്ചർ മന്ത്രി ജാക്ക് ചേംബേഴ്സും ഇക്കാര്യം സ്ഥിരീകരിച്ചു. 2016-ൽ സേവനം പുനരാരംഭിക്കുവാനുള്ള ശ്രമം ബ്രെക്സിറ്റ് റഫറണ്ടത്തെ തുടർന്ന് പരാജയപ്പെട്ടിരുന്നു. അടുത്ത വർഷത്തെ സർവീസുകളിൽ പുതിയ ഡബ്ലിൻ ഡെറി എയർലിങ്ക് ഉൾപ്പെടുത്തുമെന്ന് ചേംബേഴ്സ് വ്യക്തമാക്കി. എന്നാൽ സർവീസ് പുനരാരംഭിക്കുന്നതിനുള്ള തീയതി മന്ത്രി വെളിപ്പെടുത്തിയിട്ടില്ല. വിമാന സർവീസുകൾ പുനരാരംഭിക്കുന്നതിനുള്ള പ്രഖ്യാപനത്തെപ്പറ്റി സിറ്റി ഓഫ് ഡെറി എയർപോർട്ട് അടക്കം വിവിധ മേഖലയിലുള്ളവർ സ്വാഗതം ചെയ്തു. ബ്രിട്ടീഷ് സന്ദർശകരുൾപ്പെടെ എല്ലാ നോൺ യൂറോപ്യൻ യൂണിയൻ പൗരന്മാർക്കും അതിർത്തിക്കുള്ളിൽ പുതിയ ബയോമെട്രിക് എൻട്രി ചെക്ക് സിസ്റ്റം വരുന്നു. ഞായറാഴ്ച മുതൽ ഇത് പ്രവർത്തനം ആരംഭിക്കും. ഇനി ഷെങ്കൻ അതിർത്തിയിൽ പ്രവേശിക്കുമ്പോൾ യാത്രക്കാരന്റെ വിരൽ അടയാളങ്ങളും ഫേഷ്യൽ ഇമേജുകളും ശേഖരിക്കും. പുതിയ ഇലക്ട്രോണിക് സംവിധാനം വരുന്നതോടെ EUവിന്റെ ബാഹ്യ അതിർത്തിയിൽ പാസ്പോർട്ടുകൾ സ്വമേധയോ സ്റ്റാമ്പ് ചെയ്യേണ്ടതിന്റെ ആവശ്യകതയാകും. പകരം ബയോമെട്രിക് ഉപയോഗിച്ച് പുതിയ ഐഡന്റിറ്റിയോ യാത്രാരേഖയുമായി ഡിജിറ്റലായി ബന്ധിപ്പിക്കും. EU ബ്ലോക്കിലേക്കും തിരിച്ചും യാത്ര ചെയ്യുന്നതിന് ഈ സംവിധാനം ബാധകമാകും. ഈ പുതിയ എൻട്രി എക്സിറ്റ് നിയമമനുസരിച്ച് എല്ലാ നോൺ EU പൗരന്മാരും ഷെങ്കൻ മേഖലയിൽ പ്രവേശിക്കുമ്പോൾ വിരലടയാളങ്ങളും ഫേഷ്യൽ ഇമേജുകൾ ഉൾപ്പെടെയുള്ള വ്യക്തിഗത വിവരങ്ങളും രജിസ്റ്റർ ചെയ്യണം. ഇനി നാട്ടിലെ വാർത്തകൾ. സിനിമാ താരങ്ങളുടെ വീടുകളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തിയത് ശബരിമല സ്വർണ്ണപ്പാളി വിവാദം മുക്കുവാനാണെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. സ്വർണ്ണപ്പാളി വിവാദം മൂടിക്കെട്ടുവാനുള്ള ശ്രമമാണ് സിനിമാ താരങ്ങളെ ഈ ത്രാസിൽ കയറ്റി അളക്കുവാൻ വിട്ടുകൊടുത്തതെന്ന സംശയം തനിക്കുണ്ടെന്നും കേന്ദ്രമന്ത്രിയായതിനാൽ ഇപ്പോൾ കൂടുതൽ പറയാനില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പ്രജാവിവാദവും സ്വർണ്ണ ചർച്ച മുക്കാൻ വേണ്ടിയും എല്ലാം കുൽസിതമാണെന്നും സുരേഷ് ഗോപി പറഞ്ഞു. പാലക്കാട് മലമ്പുഴയിൽ കലുങ്ക് സംവാദത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ സർക്കാരിനെ ബാധിക്കുന്ന വിഷയങ്ങൾ വരുമ്പോൾ തിളക്കമുള്ളവരെ മലിനപ്പെടുത്തുക, കളങ്കപ്പെടുത്തുക എന്ന പ്രക്രിയ മാത്രമാണ് പോലീസിന് ഉപയോഗിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നും സുരേഷ് ഗോപി പറഞ്ഞു. സ്കൂൾ അധ്യാപകൻ എഴുതി നൽകിയ ബാങ്ക് ചെക്കിൽ നിറയെ അക്ഷരത്തെറ്റ്. ചെക്ക് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് ഉടനടി നടപടിയെടുത്തു. അടിച്ചുകൊടുത്തു അധ്യാപകനൊരു സസ്പെൻഷൻ. എന്നാൽ സസ്പെൻഷൻ ഓർഡറിലാകട്ടെ അക്ഷരത്തെറ്റുകളുടെ കൂമ്പാരം. പ്രിൻസിപ്പൽ എന്ന് ഇംഗ്ലീഷിൽ എഴുതിയത് പോലും തെറ്റിച്ചാണ്. ഇതോടെ ചെക്കിന് പിന്നാലെ സസ്പെൻഷൻ ഓർഡറും വൈറലായി. ഹിമാചൽ പ്രദേശിലാണ് സംഭവം. വിദ്യാഭ്യാസമുള്ള ഒരുത്തനുമില്ലേ ഈ നാട്ടിൽ എന്നാണ് സമൂഹ മാധ്യമങ്ങളിലെ പരിഹാസം. ഹിമാചലിലെ സിർമൌറിലെ റോൺഹട്ടിലുള്ള ഗവൺമെന്റ് സീനിയർ സെക്കൻഡറി സ്കൂളിൽ ഡ്രോയിംഗ് അധ്യാപകൻ അറ്റർ സിംഗിനെയാണ് വിദ്യാഭ്യാസ വകുപ്പ് അക്ഷരത്തെറ്റിന് ശിക്ഷിച്ചത്. അധ്യാപകന്റെ പേരിലുള്ള അക്ഷരത്തെറ്റുകൾ നിറഞ്ഞ ചെക്ക് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. ചെക്കിലെ തുക കൃത്യമായി അക്കത്തിൽ എഴുതിയിട്ടുണ്ടെങ്കിലും ഇംഗ്ലീഷ് വാക്കുകളായി എഴുതിയപ്പോൾ ആകെ തെറ്റിയിരുന്നു. 7616 എന്നത് 7616 എന്ന് എഴുതേണ്ടതിന് പകരം 7 Thursdays 660 rupees only എന്നായിരുന്നു ചെക്കിൽ എഴുതിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധികൾ, മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസം, ദേശീയപാത വികസനം, എയിംസ് അനുവദിക്കൽ, കടമെടുപ്പ് പരിധി നിയന്ത്രണം ലഘൂകരിക്കൽ തുടങ്ങിയ വിഷയങ്ങളിൽ ഇടപെടലിന് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടതായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ പറഞ്ഞു. പ്രധാനമന്ത്രിയും 5 കേന്ദ്രമന്ത്രിമാരെയും കണ്ട് സംസ്ഥാനത്തിന്റെ വിവിധ വിഷയങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയതായി മുഖ്യമന്ത്രി പറഞ്ഞു. ഇനി കായിക വാർത്തകൾ. ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങളായ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ഓസ്ട്രേലിയക്കെതിരെ ഏകദിന പരമ്പരയ്ക്ക് ശേഷം ഉടൻ വിരമിക്കില്ല എന്നാണ് വിവരം. T20 ഫോർമാറ്റുകളിൽ നിന്ന് നേരത്തെ തന്നെ വിരമിച്ച താരങ്ങൾ കുറച്ചുകാലം കൂടി ഏകദിന ക്രിക്കറ്റിൽ തുടരുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ. 2027 ഏകദിന ലോകകപ്പ് കളിക്കണമെന്ന് കോഹ്ലിക്കും രോഹിതിനും ആഗ്രഹമുണ്ട്.
ഓസ്ട്രേലിയക്കെതിരായ പരമ്പര കഴിഞ്ഞാൽ ഇന്ത്യക്ക് ദക്ഷിണാഫ്രിക്കെതിരെയും മത്സരമുണ്ട്. അതിനുശേഷം ജനുവരിയിൽ ന്യൂസിലൻഡിനെതിരെയും ഇന്ത്യക്ക് ഏകദിന പരമ്പരയുണ്ട്. ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 117.88 രൂപ. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. കൂടുതൽ വാർത്തകൾ അടുത്ത ബുള്ളറ്റിൽ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio Lime.